അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലി നോവൽ പുരസ്കാരത്തിന് മനോഹരൻ വി പേരകത്തിന്റെ ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന നോവൽ അർഹമായി. 25,000 രൂപയും പ്രശസ്തി പത്രവും പ്രശസ്ത ശില്പി നിസാർ ഇബ്രാഹിം രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരമായി നൽകുന്നത്. എം നന്ദകുമാർ, ബാലൻ വേങ്ങര, CP നന്ദകുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് നോവൽ തിരഞ്ഞെടുത്തത്. മികച്ച കവർ ഡിസൈനർക്കുള്ള പുരസ്കാരത്തിന് സലീം റഹ്മാൻ അർഹനായി. ഓഗസ്റ്റ് ബുക്ക് പ്രസിദ്ധീകരിച്ച ഹുസൈൻ മുഹമ്മദിന്റെ അകലെ എന്ന നോവലിന്റെ കവർ ചിത്രത്തിന്റെ ഡിസൈനാണ് പുരസ്കാരം. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജൂറിമാരായ എം നന്ദകുമാർ, ബാലൻ വേങ്ങര, നോവൽ പുരസ്കാര സമിതി കൺവീനർ ഫൈസൽ ബാവ, അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലി ആഘോഷ സമിതിയിലെ മുതിർന്ന അംഗങ്ങളായ P ശിവപ്രസാദ്, VP റാഷിദ് എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 21 രാവിലെ 9:30 മുതൽ തൃശൂർ സാഹിത്യ അക്കാദമി ഹാൾ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരങ്ങൾ നൽകും. ലഭിച്ചത് മൊത്തം 52 നോവലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ കാണിക്കുന്നത് നമ്മുടെ എഴുത്തുകാരൊക്കെ തന്നെ കൂടുതലായിട്ട് ഇന്നിപ്പോ നോവൽ എന്നുള്ള കലാരൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആഖ്യാനരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 52 നോവലുകളിൽ 15 നോവലുകളെ ആദ്യത്തെ റൗണ്ടിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ നിന്ന് 6 പുസ്തകങ്ങൾ തെരഞ്ഞെടുത്തു. ആ പുസ്തകങ്ങളുടെ പേര് വായിക്കാം. ലേഡി ലാവൻഡർ സബീന M സാലി, എതിർവ സലീം മാങ്കുഴി, ഊദ് ഷമീന ഹിഷാം, നിഴൽപോര് വിനീഷ് KN, ആ നദിയോട് പേര് ചോദിക്കരുത് ഷീല ടോമി, ഒരു പാകിസ്ഥാനിയുടെ കഥ മനോഹരൻ വി പേരകം. അപ്പൊ ഈ നോവലിനകത്ത് ഈ അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലിയുടെ ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത് മനോഹരൻ വി പേരകം എഴുതിയിട്ടുള്ള ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന് പറഞ്ഞ നോവലാണ്. പൊതുവെ ഈ നോവലുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാകുന്ന ഒരു കാര്യം, പുതിയ മലയാള നോവലിന് നമുക്ക് ഇതേവരെ അന്യമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളും ദേശങ്ങളും ആശയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ധൈര്യവും പ്രാപ്തിയും കൈവന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ നോവലുകൾ കടന്നു പോകുന്ന സമയത്ത് മനസ്സിലാകും.